തുടങ്ങാം അല്ലേ? ഹര ഹരോ ഹര. ഈശ്വര, സർവ്വതും മംഗളമായി ഭവിക്കണേ. അപ്പോൾ എന്തായാലും അനൂപേട്ടന് തുടങ്ങാം. കാരണം അനൂപേട്ടനുമായിട്ട് എൻ്റെ സിനിമയിലെ എൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന അനൂപേട്ടനിൽ നിന്ന് തുടങ്ങണം. കാരണം എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇയാൾക്കത് എന്തിന്റെ കഴപ്പാ? ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ, ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മാമൻ്റെ കൂടെ 916 എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപേട്ടനാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനൂപേട്ടനാണ് എൻ്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ. കാരണം ഭയങ്കരമായ ആള്. അതെങ്ങനെയാ കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. ആ വല്ലതറിയാവോ, സാറിന് സൂപ്പർ സ്റ്റാറുകൾ ഒതുക്കി കളഞ്ഞാണ്. എൻ്റെ തോളത്ത് ചാരി വെച്ചിട്ട് അനൂപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ. കാരണം ഇടക്കിടക്ക് എൻ്റെ കയ്യിൽ നിന്ന് 2-3 പേപ്പർ വാങ്ങിക്കും. ചെരിഞ്ഞ് നിൽക്കടാ, കുനിഞ്ഞ് നിൽക്കടാ എന്ന് പറയും. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അങ്ങനെ ഞാൻ കുനിഞ്ഞു നിന്നോടത്ത് അനൂപേട്ടൻ എഴുതിയ സ്ക്രിപ്റ്റാണ്. എന്റെ അമ്മയെ നാട്ടിച്ച് പൊന്നെ ഉദാഹരണല്ലേ പറയണേ. അങ്ങനെ ഞാൻ കുനിഞ്ഞു നിന്നോടത്ത് അനൂപേട്ടൻ എഴുതിയ സ്ക്രിപ്റ്റാണ്. ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, കാരണം ലാൽ സാറിനെക്കാളും മമ്മൂക്കയെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോനായിരുന്നു. സത്യമല്ലേ? എനിക്കോ? ആരാടാ റമോ നിന്നോട് ഈ അപവാദമൊക്കെ പറയുന്നത്? ഈ കുറുപ്പിന്റെ ഗുണം മാറും. നിന്റെ അമേരിക്കൻ കളി കുറെ കൂടുന്നുണ്ട്. കാരണം അനൂപേട്ടൻ അന്നൊരു പാക്കേജ് ആയിരുന്നു എൻ്റെ അറിവിൽ. കാരണം റൈറ്റിംഗ് പ്ലസ് ലൈക്ക് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാം അനൂപേട്ടനെ നോക്കിക്കോളും. കാരണം സർ, ഇവനാളൊരു സകല എന്തോടാ വല്ലവൻ. ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്ത് ചെയ്യുന്നു? ഇപ്പൊ എന്താ? ഞാൻ പറഞ്ഞു അനൂപേട്ടന്റെ പാത പിന്തുടരുന്നു. എന്റെ കൺമുമ്പിന്ന് പോടാ. ഞാൻ കുറച്ച് ഓവറായില്ലേ? മോശമായി പോയി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ ഞാൻ പോകുന്നു. ബൈ.